വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. HSA ഇംഗ്ലീഷിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് അല്ലേ? HSA ഇംഗ്ലീഷ് 603/2024 എന്ന നോട്ടിഫിക്കേഷൻ നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഓറിയന്റേഷൻ സെഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ HSA ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ബേസിക് അവയർനെസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് മിസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. HSA ഇംഗ്ലീഷിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 603/2024 ആണ്. ആരും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനൊന്നും നിൽക്കണ്ട. ഒരു 1 വീക്ക് നിങ്ങൾ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊരു പഠനം സ്വയം നടത്തിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാലറി സ്കെയിൽ ഇതൊരു മോട്ടിവേഷൻ ആണ് അല്ലെ. 41,300 to 87,000 വരെയാണ് HSA ഇംഗ്ലീഷ് ടീച്ചറിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാലറി പാക്കേജ് മേടിക്കാനും അതുപോലെ തന്നെ സമൂഹത്തില് ഒരു വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനും ഒക്കെ നമ്മൾക്ക് വഴിയൊരുക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇവിടെ ഏജ് എന്ന് പറയുന്നത് 18 to 40 ആണ്. അപ്പോൾ 18 to 40, അത് കഴിഞ്ഞ് റിലാക്സേഷൻ റിസർവേഷൻ ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഏജ് ബാർ എന്ന് പറയുന്നത് ആ ഒരു ഡേറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട് കേരള PSC. ആ ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ 2/1/1984 മുതൽ 1/1/2006 ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിന് റിലാക്സേഷനും അവൈലബിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് എന്ന് ഓർക്കുക. അപ്പോൾ ജാനുവരി 29 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു 15th വരെ, ജാനുവരി 15th വരെ എന്ത് ചെയ്യുക? നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു പഠനം നടത്തി, നിയമനങ്ങളെ കുറിച്ചൊന്ന് അവലോകനം നടത്തി, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത്, അങ്ങനെയൊക്കെ ഒരുപാട് സർക്കിളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്നും നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്ന് ഞാൻ പറയും. ഓക്കെ, കാരണം ഡിസ്ട്രിക്ട് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നിർണായക ഘടകമാണ് HSA ഇംഗ്ലീഷ് എന്ന എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ. നമ്മൾക്കറിയാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നതും HSA ഇംഗ്ലീഷ് നിയമനത്തെ ബേസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ കൺമുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്ത് നമ്മൾ ഏത് ജില്ല തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ സ്വയം ഓരോ കാര്യങ്ങളെ വിലയിരുത്തി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചാടിക്കേറി ആരും അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ജാനുവരി 15th വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ മീൻസ് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യൂ, എന്നിട്ട് അപ്ലൈ ചെയ്യൂ. അപ്പോൾ ഒരു കൗണ്ട് ഡൗൺ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി നമ്മളുടെ മുന്നിൽ വെറും 180 days ആണ് ഉള്ളത്. 6 months എന്ന് നമുക്ക് ചുരുക്കി പറയാം. കാരണം എക്സാം ആനുവൽ കലണ്ടർ വന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇതിനിടയിൽ എക്സാം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജാനുവരി 15th നമുക്ക് സിലബസിനെ ബേസ് ചെയ്തൊരു ക്ലാരിഫിക്കേഷനും ലഭിക്കുമെന്ന് നമ്മളുടെ PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത്? 180 days ആണ് അപ്രോക്സിമേറ്റ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി ഉള്ളത് എന്ന് ഓർക്കുക. ഈ 180 daysനെ നമുക്ക് 6 months എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ 6 months എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു കീ ആണ് ടു അൺലോക്ക് ദി HSA ഇംഗ്ലീഷ് എക്സാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ജാനുവരി ടു ജൂലൈ ഇന്റൻസീവ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിപ്പോ നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും സെൽഫായിട്ടാണ് എങ്ങനെയാണെങ്കിലും ഈ ഒരു ജാനുവരി ടു ജൂലൈ എന്ന് പറയുന്നത് HSA ഇംഗ്ലീഷ് ആസ്പിറന്റിനെ ബേസ് ചെയ്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതില് 3 months ഹാർഡ് കോർ സ്റ്റഡി, അതുപോലെ തന്നെ 3 months ഒരു ഹാർഡ് കോർ റിവിഷൻ ആണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്.
എൻ്റെ കുട്ടികൾക്കും ഞാൻ ഇതുപോലെയുള്ള ഒരു പ്ലാൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 months ഒരു ഹാർഡ് കോർ സ്റ്റഡി, അതിനുശേഷം ആദ്യം പഠിക്കണമല്ലോ, എന്നാൽ മാത്രമാണല്ലോ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുക. പഠിക്കാതെ ആർക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? അപ്പൊ 3 months കട്ടക്കിരുന്ന് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 3 മാസം കട്ടക്ക് റിവിഷൻ ചെയ്യുക. ഈ റിവിഷൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കി നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയിൽ എന്താണ് നടക്കുന്നത്, എല്ലാവരും ഏതൊക്കെ ലെവലിൽ നിൽക്കുന്നു, ഏത് രീതിയിലാണ് മറ്റുള്ളവർ പഠിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി പോയില്ല എങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഈ HSA ഇംഗ്ലീഷ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ എക്സാം സിലബസ് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെയാണോ ഇതിൽ ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഇവർ ആ എക്സാം ഹാളിൽ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാതെ ഇറങ്ങി വരുന്ന ഒരു ദിവസം വന്നേക്കാം. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. PYQs അനലൈസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു PYQ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും വരാൻ പാടില്ല. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറും 2022 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക. വെയിറ്റേജ് എങ്ങനെയാണ് ഓരോ ഏരിയാസിനും പോയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. കൂടാതെ ഫോക്കസ് ഏരിയ ഏതാണ്, നമ്മൾ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ സർഫേസ് ലെവൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് വരികളുടെ എണ്ണം, റൈം സ്കീം അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ആവറേജ് ലെവൽ, ഒരു വർക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഉത്തരം നൽകാൻ പറ്റുന്ന ചോദ്യങ്ങൾ, ഒരു ആവറേജ് ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് കഴിയുമ്പോൾ ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്ബത്തിന്റെ ഒക്കെ ക്രിട്ടിക്കൽ കമന്റ്സ് ഒക്കെ ചോദിച്ചു അല്ലേ? ആ ക്രിട്ടിക്കൽ കമന്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. റാങ്ക് മേക്കിംഗ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനലൈസ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇത് ഒരു സിമ്പിൾ എക്സാം ഒന്നും അല്ല, ഇതൊരു ട്രിക്കി എക്സാം ആണ് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇത് ട്രിക്കി എക്സാം ആണ് എന്ന് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു എക്സാമിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? BA ഇംഗ്ലീഷ് B.Ed + K3 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക 50% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആൻസർ ചെയ്യാൻ പാകത്തിനാണ്. അപ്പൊ നമ്മളുടെ പഠനം നമ്മൾ എങ്ങനെ ക്രമീകരിക്കണം? ഇതൊരു ഗ്രാഫ് ആണ് എങ്കിൽ ഹൈ ലെവൽ കാര്യങ്ങളും നമ്മളൊരു സർഫേസ് ലെവലിലോട്ടും കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ റാങ്ക് മേക്കിംഗ് മാത്രമല്ല, ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണെങ്കിൽ തുടക്കം മുതലേ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വരികളുടെ എണ്ണം, നമ്മൾ ഈ റൈം സ്കീം, അതുപോലെ കളക്ഷന്റെ പേര്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഉള്ളവരല്ല അപ്ലൈ ചെയ്യുന്നത്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്നു. അവിടെയാണ് ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു അബദ്ധം എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാനിരിക്കുന്നു. കാരണം ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് പൊതുവെ പഠിക്കുക അവരുടെ ഒരു ലെവലിൽ നിന്നായിരിക്കും. റിസർച്ച് ഓറിയന്റഡ് അല്ലെങ്കിൽ റിസർച്ച് ആയിട്ട് ഒരു പഠിക്കൊരു റിസർച്ച് പേപ്പർ തയ്യാറാക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് HSC ഇംഗ്ലീഷിന് ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷനിൽ നിന്ന് പഠിച്ചാൽ മാത്രമാണ് 50% മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുക. അല്ലാതെ നിങ്ങൾ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലിസ്റ്റിന്റെ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും നിങ്ങളെ കാണാൻ പറ്റില്ല എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം എന്ത് വേണം എന്ത് വേണ്ട എന്നത്. എന്നാൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് 5 ആയിട്ട് നമ്മൾക്ക് മാറാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒന്ന് പതുക്കനെ താഴത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ബേസിക് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ
അവർക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ബേസിക് ലെവലിലുള്ളവര് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അവർക്കും ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു ബേസിക് അവയർനെസ് ആണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 80-20 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലേ. അതായത് ജനറൽ പേപ്പറിന് 20 മാർക്ക് കൂടാതെ നമ്മുടെ പാർട്ട് ബി ലിറ്ററേച്ചറിന് 80 മാർക്ക് അല്ലേ. അപ്പോൾ ഈ 20 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പഠിക്കും പോലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് നേടാൻ പറ്റില്ല. ടു ദ പോയിന്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നും ചോദിച്ചു എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പോവുക. അതാണ് ജനറൽ പേപ്പറിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ കാണാം, അതുപോലെ തന്നെ റിനൈസൻസ് കാണാനായിട്ട് പറ്റും. പിന്നെന്താണ്? റിനൈസൻസ് കാണാം, സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ടീച്ചിങ് മെത്തഡോളജി ഉണ്ട് അല്ലെ. ഈ ടീച്ചിങ് മെത്തഡോളജി ഇതിൽ 5 മാർക്കിന്റെയാണ് വരിക. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കേരള റിനൈസൻസ് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് 5 മാർക്ക് പ്രതീക്ഷിക്കാം. ഒരു 3 മാർക്ക് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൊടുക്കൂ. അങ്ങനെയെങ്കിൽ 10, 13, ഓക്കെ, 16 മാർക്ക്. ഇനി ഏതെങ്കിലും ഏരിയാസിൽ നിന്നും മറ്റു ചോദ്യങ്ങൾ കൂടി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആകാം, റിനൈസൻസിന്റെ ആകാം, ടീച്ചിങ് മെത്തഡോളജി, അങ്ങനെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഇതിൽ ഈ കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 18 ഔട്ട് ഓഫ് 20 ആയിരിക്കണം. സ്റ്റുഡൻസ് കമന്റ് ചെയ്യണം എത്ര മാർക്ക് നിങ്ങൾ മേടിക്കുമെന്ന്. ആ സ്പിരിറ്റ് എത്ര ഉണ്ടെന്നൊന്ന് കാണണമല്ലോ. ഓക്കെ, ടാർഗറ്റ് 18/20 ആകണം. ഓക്കെ, 18 ഔട്ട് ഓഫ് 20 നിങ്ങൾ മേടിക്കണം. അപ്പൊ ഇതെങ്ങനെ സാധ്യമാകും? PYQ അനലൈസ് ചെയ്യുക, കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മളുടെ പ്രിലിംസ് 10th പ്രിലിംസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചൊന്ന് ട്രെൻഡ് അനലൈസ് ചെയ്യൂ. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ കഴിഞ്ഞ് 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ജനറൽ പേപ്പർ അതൊരു നിർണായകമായിട്ടുള്ള ഒരു ഏരിയയാണ്. പലപ്പോഴും പലവർക്കും മാർക്ക് കിട്ടാതെ പോകുന്ന ഏരിയ. അതായത് ലിറ്ററേച്ചറിൽ എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാകും, സ്വന്തം സബ്ജക്റ്റ് ആണല്ലോ എന്ന രീതിയിൽ. പക്ഷെ ഈ 20 മാർക്ക് ആരും മൈൻഡ് ചെയ്യാറില്ല. ഏറ്റവും അവസാനം പഠിക്കാനിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ 80ൽ ചിലപ്പോൾ കിട്ടുന്നത് 50 ആയിരിക്കാം ഒരു പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡന്റിന്. ഈ 20ൽ അവരൊരു 5 മാർക്കും നേടും. ഈ 55 ഒന്നും കിട്ടിയാൽ നമ്മൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ഒന്നും എത്താനായിട്ട് പറ്റില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബേസിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഈ പഴയ സിലബസ് പഠിച്ച് മുന്നോട്ട് പോകുന്ന സ്റ്റുഡൻസിന് ഒരു ബേസിക് ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് 85, ഒരു 85 എന്ന ലക്ഷ്യത്തിൽ തന്നെ പോകണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഒരു 85 ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക, ടോപ്പ് 5ൽ എത്താൻ പറ്റുക. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ എത്താം, എവിടെയെങ്കിലും എത്തിയിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. ടോപ്പ് 5ൽ എത്തിയാലാണ് നിയമനം നടക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള റിനൈസൻസ് ലീഡേഴ്സ്, സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ്, കറണ്ട് അഫയേഴ്സ്, ടീച്ചിങ് മെത്തഡോളജി, ഇതൊക്കെയാണ് ജനറൽ പേപ്പറിലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. ജനറൽ പേപ്പർ. അപ്പോൾ ഇവിടെ ടീച്ചിങ് മെത്തഡോളജി എന്നൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ PYQs കണ്ടിട്ടുള്ളത്. ഇനി ഈ എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുക എന്നറിയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ടീച്ചിങ് മെത്തഡോളജിയിൽ നമ്മളുടെ ലിറ്റററി തിയറീസ് ഉണ്ട്, അതൊക്കെ പ്രാക്ടീസ് MCQs ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 മാർക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കേരള റിനൈസൻസ് ലീഡേഴ്സ് ഒക്കെ മീരാസ് ഇംഗ്ലീഷ് ഹബിൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മളുടെ ശ്രീറാം സാറൊക്കെ എടുത്തു പോകുന്നത്. ഒരു കഥ പോലെയാണ് സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ഒരു കഥ പോലെയൊക്കെ നമ്മൾ കേട്ടിരിക്കുമ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് ഫീഡ് ആകും. അത് പഠിക്കുകയല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പോകേണ്ടി വരും. കാരണം PYQs അനലൈസ് ചെയ്യുമ്പോൾ
ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ PYQs ഒക്കെ പോയിട്ടുള്ളത്. അതിന്റെ ബേസിലുള്ള ക്ലാസ്സസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ശരണ്യ മിസ്സും ആനന്ദ് സാറും ഒക്കെ കൊടുക്കുന്നത്. ആനന്ദ് സാറൊക്കെ വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ടീവിനെയൊക്കെ വളരെ അനലൈസ് ചെയ്താണ് സാറ് ക്ലാസ്സസ് കൊടുക്കുന്നത്. അതുപോലെ ശരണ്യ മിസ് ആണെങ്കിലും ഓരോ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ചോദ്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ആണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മളുടെ പാർട്ട് ബി ലിറ്ററേച്ചറിലോട്ട് വരികയാണ്. പാർട്ട് ബി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ പോയിട്രിയുടെ സെക്ഷൻ ആണ് കാണാൻ സാധിക്കുക അല്ലെ. 23 പോംസ് ആണ് നമ്മളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പോംസിൽ നമ്മൾക്ക് ഓഥറിന്റെ ബേസിക് ആയിട്ടുള്ള ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എന്തായാലും അറിയണം. നമ്മൾക്കൊരു പോമിനെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുക ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമാണ്. അപ്പോൾ ബേസിക് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അറിയണം, അവർക്ക് കിട്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സ് അറിയണം, ക്രിട്ടിക്കൽ ആയിട്ട് അവർക്ക് വന്നിട്ടുള്ള കമന്റ്സ്, അങ്ങനെ വല്ല പേരുകളൊക്കെ അവരെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയും. കൂടാതെ ഒരു പോം എന്ന് പറയുന്നത്, ഒരു പോം നിങ്ങൾ പോം പഠിക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ സമ്മറി ഒന്നും വായിച്ചു പോകാനായിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം അതല്ല, ഇറ്റ് ഇസ് നോട്ട് ദ വേ ടു സ്റ്റഡി പോയട്രി ഫോർ HSC ഇംഗ്ലീഷ് എക്സാം. ശരിക്കും പോയട്രിയിൽ ഈച്ച് ലൈൻ ഇസ് എ ക്വസ്റ്റ്യൻ, ഈച്ച് ലൈൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു അപ്രോച്ച് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ വരിയും ഓരോ ചോദ്യമാണ്. അത് മനസ്സിലാക്കി പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് HSC ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യുക. കൂടാതെ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് സപ്പോസ് നിങ്ങൾ അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പോം പഠിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. നേരെ പോയി നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കരുതും. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയട്രി കിട്ടും അല്ലേ, ആ പോം എടുത്ത് വായിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം 4 പ്രാവശ്യം ഉറക്കെ വായിക്കണം. ഈ പോം ഉറക്കെ വായിക്കണം. ആദ്യം ബിഫോർ വാച്ചിങ് ദി ക്ലാസ് അല്ലെ, ബിഫോർ വാച്ചിങ് ദി ക്ലാസ്, ദെൻ 4 times ആഫ്റ്റർ വാച്ചിങ് ദി ക്ലാസ്. ഇത് ലൗഡ് റീഡിംഗേ ഞാൻ പറയുള്ളൂ, ലൗഡ് റീഡിംഗ്. ഓക്കെ, യു ക്യാൻ ഫോൾ ഇൻ ലവ് വിത്ത് യുവർ ഓൺ വോയിസ്. ആ ഒരു രീതിയിൽ ലൗഡ് റീഡിംഗ് ചെയ്യുക. ലൗഡ് റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ വരിയിലും പറഞ്ഞ കാര്യങ്ങൾ, ആ സമ്മറി ഒക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വരും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ മനസ്സിലോട്ട് വരും, അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 1 before attending the class and 4 times after the class. ക്വസ്റ്റ്യൻസിൽ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസും ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഈ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഇയർ ഓഫ് പബ്ലിക്കേഷൻ, നമ്പർ ഓഫ് ലൈൻസ് അല്ലെങ്കിൽ സ്റ്റാൻസാസ്, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത്, സ്പെസിഫിക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, റൈം സ്കീം, ഫിഗർ ഓഫ് സ്പീച്ച്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ വ്യക്തമാക്കി ഒരു ബോക്സ് പോലെയൊക്കെ വരച്ച് സെറ്റ് ആക്കി വെക്കൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 50% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൂടാതെ എക്സാമിന് ആവറേജ് സ്റ്റുഡൻസ് പെർഫോം ചെയ്യാനുള്ള സാധ്യത 50 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 50% ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും അറ്റൻഡ് ചെയ്യും അല്ലെ, എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടും. അപ്പോൾ ആ ഭാഗം നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ മറ്റുള്ളവരെ പോലെ പോലും നിങ്ങൾ എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ 50% എന്ന് പറയുമ്പോൾ ഒരു എക്സാമിന്റെ പകുതിയോളം ചോദ്യങ്ങളായി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിഫൈൻസ് റാങ്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. റാങ്ക് മേക്കിംഗ് പോയിന്റിനേക്കാളും റാങ്ക് നിർണ്ണയിക്കാൻ സാധ്യതയുള്ളത് സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് HSC ഇംഗ്ലീഷ് എക്സാമിന് എന്ന് ഓർത്തിരിക്കുക. കാരണം 50% ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്യുന്ന ഏരിയ, 50 മാർക്ക് അല്ലെങ്കിൽ ഒരു 40 മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് ഇതിലൂടെ പറ്റും. പിന്നെ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്, അത് ബുക്ക് വായിക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് ബുക്കൊക്കെ വായിച്ച് പോയട്രി ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ലൈൻ ബൈ ലൈൻ ഒക്കെ വായിച്ച് പോകുന്ന കുട്ടിക്ക് ഈ ആവറേജ് ലെവൽ ക്വസ്റ്റ്യനും നേടിയെടുക്കാനായിട്ട് പറ്റും. അവിടെയാണ് നിങ്ങൾക്ക് ആ കീ കിട്ടുക. ടോപ്പ് റാങ്കിലോട്ടുള്ള കീ ആണ്. HSC ഇംഗ്ലീഷിലെ ടോപ്പ് റാങ്ക് നേടാനായിട്ടുള്ള കീ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആകുന്നത് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസിലൂടെയാണ്. ഇനി ടോപ്പ് റാങ്കേഴ്സിന്റെ കൂടെ, അതായത് ഒരു ടോപ്പ് 20 എത്തിക്കാൻ നിങ്ങൾക്ക് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസിന് സാധിക്കുമെങ്കിൽ
റാങ്ക് മേക്കിംഗ് പോയിന്റിന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ഈ റാങ്ക് മേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളെ ടോപ്പ് 5 എത്തുക, 5 സ്റ്റാർ ആക്കി മാറ്റുക. ഒരു സ്റ്റാർ ആക്കി മാറ്റുന്നത് ഈ റാങ്ക് മേക്കിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ സർഫേസ് ലെവലും ഇമ്പോർട്ടന്റ് ആണ്, ആവറേജ് ലെവലും ഇമ്പോർട്ടന്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ഡ്രാമയാണ്. 10 ഡ്രാമാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോസ് ഫിക്ഷനിലും 11 വർക്ക്സ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് റീഡിംഗ് മസ്റ്റ് ആണ്. നിങ്ങൾ വായിച്ചിരിക്കണം ഈ വർക്ക്സ്. നിങ്ങൾ എത്ര നല്ല സമ്മറി വായിച്ചു എന്നതല്ല, ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചോ എന്നതിലാണ് ഇവിടെ കാര്യം ഇരിക്കുന്നത്. ടെക്സ്റ്റ് വായിക്കുക. ബെറ്റർ ടു ഹാവ് എ ടെക്സ്റ്റ് ഇൻ ഹാൻഡ്. നിങ്ങൾ ഈ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കിട്ടുന്ന PDF-ലൊന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കൂ. എല്ലാവരും PDF എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ എന്ത് ചെയ്യും, സേവ് ചെയ്ത് നമ്മുടെ ഫോണിന്റെ മെമ്മറി തീർക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കും. നിങ്ങളൊക്കെ അതൊക്കെ തുറന്ന് നോക്കാറുണ്ടോ? നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യൂ. മറ്റു കുട്ടികളൊക്കെ ഒന്ന് അറിയട്ടെ, എല്ലാവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ്, നമ്മൾക്ക് ഈ ന്യൂ ഇയറിനും ഇതിലൊക്കെ എന്തോരം ഓഫർ ആണ്. 200, 250 ആ ഒരു റേഞ്ചിലൊക്കെ ബുക്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലേ? ഒരു ബിരിയാണി മേടിക്കുന്ന കാശല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഷർ അല്ലേ അതൊരു ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി അത്രയ്ക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് PDF-ൽ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി സെറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ ഡ്രാമ, പ്രോസ്, ഫിക്ഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് സെറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാരക്ടേഴ്സ്, അവരുടെ ക്യാരക്ടർ സ്പെസിഫിക്കേഷൻ, അതുപോലെ ലൊക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ PYQs-ൽ ക്വസ്റ്റ്യൻസ് കാണാം അല്ലെ? വുദറിംഗ് ഹൈറ്റ്സിന്റെ ഒക്കെ വില്ലേജിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അടുത്തതായിട്ട് HSC ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിസ്സേ എല്ലാ വർക്കും പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്ന്. ഞാനിവിടെ പറയും all the works are important. ഇവിടെ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആ വ്യക്തിയുടെ ഫേവറേറ്റ് ഏരിയ അല്ലെങ്കിൽ ഫേവറേറ്റ് വർക്ക്സ് ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്ന വർക്ക്സ് ആയിരിക്കും ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് എന്താണ് ഒരു ഉപയോഗം അതിലുണ്ടാവുക? അതുകൊണ്ട് തന്നെ ഡോണ്ട് സ്കിപ്പ് എനി വർക്ക് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ സമ്മറീസ് ഒന്നും വായിച്ചിരിക്കരുത്. നമ്മൾ ഈ സമ്മറീസ് വായിച്ചിരിക്കുന്നത് വെറുതെ അബദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾക്ക് കുറച്ച് സമയം കിട്ടുവാണ് അല്ലെ, ഒരു 6 months ലിറ്ററേച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് കിട്ടുവാണ്. അപ്പൊ നിങ്ങളൊരു വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ട് ഈ കാര്യങ്ങളെ അങ്ങോട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈലിൽ തന്നെ അതൊരു മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഈ HSC ക്രാക്ക് ചെയ്യുക എന്നതിലുപരി ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് കൂടി നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലെ? ഒരു മൾട്ടി പർപ്പസ്, ഇനി ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരുപാട് പോയിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് വളരെ എന്റേതായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റും എന്നൊരു തോട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സമ്മറീസ് വായിക്കാതിരിക്കൂ. ഓക്കെ, സമ്മറീസിലോട്ട് ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു സമ്മറീസ്. ഓക്കെ, അതുപോലെ ഇൻഡെപ്ത് അവയർനെസ് ഓഫ് ദി ടോപ്പിക് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇൻഡെപ്ത് എന്ന് പറയുമ്പോൾ ഈ ഇൻഡെപ്ത് എന്ന് ഞാൻ പറഞ്ഞത് റിസർച്ച് ചെയ്യാനല്ല, ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയുക. സർഫേസ് ലെവൽ മീനിങ്, അതുപോലെ ആവറേജ് ലെവൽ, പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ കമന്റും, എന്തുകൊണ്ട് ആ ഒരു വർക്ക് അങ്ങനെ ആ ഒരു എന്താണ് അല്യൂഷൻ അവിടെ വന്നു അല്ലെങ്കിൽ ഇമേജസ് അവിടെ വന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നോ ദ ബോർഡർ ലൈൻ. എവിടെയാണോ ആ ഒരു ബോർഡർ ലൈൻ വേണ്ടത്, ഇതിൽ കൂടുതൽ എനിക്ക് വേണ്ട, ഇനി വരുന്നതെല്ലാം മിസ്ലീഡിങ് കോണ്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു സെൻസും സെൻസിബിലിറ്റി ഒക്കെ വേണം അല്ലേ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെയൊക്കെ ആ ഒരു അഭിപ്രായം ഷെയർ ചെയ്യൂ. കാരണം ഈ സമ്മറീസ് ഒക്കെ വായിച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുതെ റിസർച്ച് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിനെ കുറിച്ച് പഠിച്ചു പോയാൽ നിങ്ങൾക്കൊന്നും നേടാനായിട്ട് പറ്റില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കൂ, ടെക്സ്റ്റ് വാങ്ങിയിട്ട് പഠിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾക്ക് ആ വർക്കിനോടൊരു ഇഷ്ടം തോന്നും, ലിറ്ററേച്ചറിനോടൊരു ഇഷ്ടം തോന്നും, ഒന്നുമില്ലെങ്കിൽ വായനയോടൊരു ഇഷ്ടം തോന്നും അല്ലെ? വായിക്കാനായിട്ടുള്ള താല്പര്യം നിങ്ങളുടെ ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നമ്മളുടെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡ്യൂൾസിൽ നിന്നും വരുമെന്നാണ്.
മോഡ്യൂൾ 1 പോയട്രി, മോഡ്യൂൾ 2 ഡ്രാമ, മോഡ്യൂൾ 3 ഏതാണ് പ്രോസ് ആൻഡ് ഫിക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ 3 മോഡ്യൂൾസിൽ നിന്നും 35 മാർക്സിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ 3 മോഡ്യൂളും റാങ്ക് മേക്കിംഗ് അല്ലേ? എന്ത് പറയുന്നു? നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. റാങ്ക് മേക്കിംഗ് ഏരിയയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കോർ ഏരിയയാണ്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3യിൽ നിന്നായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസം ആണ് അല്ലേ. ഈ ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ സ്റ്റുഡൻസ് പൊതുവെ കളക്ട് ചെയ്ത് വെക്കുന്നത് MCQs ആണ്. അവർക്ക് മാക്സിമം ചോദ്യങ്ങൾ കിട്ടിയാൽ മതി അല്ലേ. ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ ഈ ചോദ്യങ്ങൾ കിട്ടുന്നതിലുപരി ചോദ്യങ്ങൾ നല്ലതാണ്, പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. കാര്യം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾക്ക് ഒരു വർക്കിന്റെ പേര്, അതിന്റെ ഡെഡിക്കേഷൻ, അതിന്റെ പബ്ലിക്കേഷൻ, അത് ഏത് കളക്ഷനിൽ ഉൾപ്പെട്ടു, അതൊക്കെ എന്താ പറയുക വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അത് ലിറ്റററി ക്രിറ്റിസിസത്തിലുണ്ട്. അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം നിങ്ങൾക്ക് 4 മാർക്കെങ്കിൽ 4 മാർക്ക് നേടാൻ പറ്റുക അണ്ടർസ്റ്റാൻഡിംഗ് ദി ടോപ്പിക്കിലൂടെ മാത്രമാണ്. അവിടെ റോട്ട് ലേണിംഗിന് ഒരു സ്ഥാനവുമില്ല. നമുക്കറിയാം ലിറ്റററി ക്രിറ്റിസിസം MH എബ്രഹാംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇനി സിലബസിൽ മാറ്റം ഉണ്ടെങ്കിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ജാനുവരി 15ന് മുൻപ് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി PSC തരുമല്ലോ. അത് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ബേസ്ഡ് ഓൺ MH എബ്രഹാംസ് സിംപ്ലിഫൈഡ് വേർഷൻ, അതിനെ ഈ MH എബ്രഹാംസിനെ വളരെ സിംപ്ലിഫൈ ചെയ്താണ് നമ്മളുടെ ആപ്പിൽ ക്ലാസ് എടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഈ 6 to 8 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ 4 മാർക്ക് എന്ന് പറയുന്നത് നിർണായകമാണ്. കാരണം 1 മാർക്ക് നമ്മൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ റാങ്കിൽ എത്രയോ താഴ്ത്തോട്ട് പോകും. ആ ഒരു അവയർനെസ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം കാണാപ്പാഠം പഠിക്കാൻ നിന്നാൽ പഠിക്കാൻ പറ്റില്ല. അതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് ക്രിറ്റിസിസം പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഈസി ടെക്നിക് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ലിംഗ്വിസ്റ്റിക്സിൽ നിന്നും 6 to 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു നോവല് പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ടു ദ പോയിന്റ് കാര്യങ്ങൾ പഠിച്ചു പോവുക. സയൻസ് പോലെ പഠിക്കുക. ഒരു സയൻസ് ആണ് അല്ലെ ലിംഗ്വിസ്റ്റിക്സ്, ഒരു സയൻസ് തന്നെയല്ലേ. ടു ദ പോയിന്റ് കാര്യങ്ങൾ പഠിച്ചു പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഈ ടേംസും ഒരുപാട് ഡെഫിനിഷൻസും അതുപോലെ തന്നെ നമ്മളുടെ ഈ വവൽ സൗണ്ട്സിന്റെ ആർട്ടിക്കുലേഷനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് PYQസിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അല്ലാതെ വെറുതെ നോവല് പോലെ ഒന്നും പഠിച്ചു പോകേണ്ട ഒരു ഏരിയ അല്ല ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയേണ്ടത്. ക്രിസ്പി ആയിട്ടുള്ള ക്ലാസ്സസ്, നമ്മളുടെ ആപ്പില് ക്രിസ്പി ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് രാജ്ഞ മാം കൊടുക്കുന്നത്. ടു ദ പോയിന്റ് കോണ്ടന്റ്, ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന് രാജ്ഞ മാം നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, വൺ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് 6 ചോദ്യങ്ങൾ വരുന്നെങ്കിൽ അതിൽ ഒന്ന് ഏതാണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ 1 മാർക്ക് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ കുറച്ച് വേർഡ്സ് ഒക്കെ ട്രാൻസ്ക്രൈബ് ചെയ്ത് യൂഷ്വലി ചോദിച്ച് കാണുന്ന വേർഡ്സ് ഒക്കെ ഒന്ന് ട്രാൻസ്ക്രൈബ് ചെയ്തൊക്കെ പഠിച്ചോളൂ. അപ്പൊ ഇവിടെ ഒരു ഡീപ്പ് ലേണിംഗിന്റെ ആവശ്യമില്ല. ടു ദ പോയിന്റ് കാര്യങ്ങൾ പഠിച്ച് പോവുക. ഇനി നമ്മളുടെ ഗ്രാമർ പാർട്ടാണ് 20 മാർക്സ്. അതും ഒരു മെയിൻ ഏരിയ തന്നെയാണ്, ഒരു കോർ ഏരിയ ആണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പൊതുവെ ഗ്രാമർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ ഒരു അഹങ്കാരമാണ് അല്ലേ. നമുക്കറിയാം എന്നൊരു ഭാവം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, HSC ഇംഗ്ലീഷിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ PSC ആസ്പിറൻസിനൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവർ PSCക്ക് പഠിച്ചിട്ടുള്ള ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അല്ലാത്തവര് എന്ത് ചെയ്യുക, റൂൾസ് ഒക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മാക്സിമം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് ബുക്സ് ഈ ഗ്രാമറിനെ ബേസ് ചെയ്ത് അവൈലബിൾ ആണ്. അങ്ങനെ മാക്സിമം PYQs വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ PSC എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, PSCയുടെ രീതി എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ഗ്രാമറിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗ്രാമറിന് കുറച്ച് ടഫ് ആയിരുന്നു എന്ന രീതിയിലാണ് കുട്ടികളുടെ അഭിപ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പുതിയ ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ PYQs ഫോക്കസ് ചെയ്യുക. വൊക്കാബുലറി ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കൂടാതെ കഴിഞ്ഞ UPക്കൊക്കെ ക്വസ്റ്റ്യൻസ് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് അതിൽ നിന്നുമൊക്കെ ഒരു ലെസണിൽ നിന്നുമായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോ ലൈനും പ്രപ്പോസിഷന്റെ ക്വസ്റ്റ്യൻ ആയി ഒരു ഫ്രേസൽ വേർബ് വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ട്രെൻഡുകൾ PSCയിൽ ഉണ്ട്. അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഒരു 6 മാസം കീൻ ഒബ്സർവേഴ്സ് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഗ്രാമർ എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ് കുഞ്ഞുങ്ങളെ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, മാക്സിമം പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾ എത്ര റൂൾ പഠിച്ചിട്ടും കാര്യമില്ല. ഇവിടെ നമ്മൾക്ക് ആവശ്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നിങ്ങൾ തെറ്റിക്കൂ, തെറ്റി ലാസ്റ്റ് ശരിയാകും. ആ ഒരു ഫേസ് വരെ നിങ്ങൾ എത്തണം. അപ്പോൾ ഗ്രാമർ നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ബേസിക് റൂൾസ് അറിയുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ്. നമ്മളുടെ മോഡ്യൂൾ 8 എടുക്കുന്നത് ഞാനാണ്. മോഡ്യൂൾ 8 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ നമ്മൾ കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ആപ്പിലൂടെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് 3 or 4 ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു കമ്പയർ കോൺട്രാസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ മെത്തേഡിലൂടെയൊക്കെ ഈ ടീച്ചിങ് മെത്തഡോളജി കുട്ടികളിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ കേറ്റഡ്, സെറ്റ്, സീറ്ററ്റ് ഒക്കെ ഞങ്ങൾ എടുത്ത് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് ഒന്ന് കമ്പൈൽ ചെയ്ത് ടീച്ചിങ് മെത്തഡോളജിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. HSC ഇംഗ്ലീഷിന്റെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റാങ്ക് ഫയൽസിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ എല്ലാ റാങ്ക് ഫയൽസും നല്ലതാണ്. എനിക്ക് പേഴ്സണലി ഇതിൽ 2 റാങ്ക് ഫയൽസിനെ കുറിച്ചാണ് അറിയാവുന്നത്. 2 റാങ്ക് ഫയൽസും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കോണ്ടന്റ് ഉള്ളതാണ്. പക്ഷേ ഇതിലെ എല്ലാ റാങ്ക് ഫയൽസും നല്ലതാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതല്ല പക്ഷെ നമുക്ക് വേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഹാൻഡി ആയിട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു ലാസ്റ്റ് മിനിറ്റ് റഷിലൊക്കെ ഒന്ന് ജസ്റ്റ് പേജസ് മറിച്ചു പോയി കാര്യം എന്താണ് എന്ന് നോക്കാൻ ഒരു റാങ്ക് ഫയൽ കയ്യിലുള്ളത് നല്ലതാണ്. പക്ഷേ ഈ റാങ്ക് ഫയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുത്. റാങ്ക് ഫയലിൽ നിന്നും പുറത്തോട്ടിറങ്ങി, കാരണം ഒരു റാങ്ക് ഫയലിൽ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു 15 ചോദ്യങ്ങൾ മാത്രമാണ് കൊടുക്കാൻ സാധിക്കുക. ആ 15 ചോദ്യങ്ങളിലോട്ട് നിങ്ങൾ ഒതുങ്ങിപ്പോകും. എന്താണ് കോമ്പറ്റീഷൻ എന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഇത് പഠിച്ച് ഞാനൊരു റാങ്ക് ഫയൽ പഠിച്ചല്ലോ എന്ന ഓവർ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴാണ് ഈ ചോദ്യങ്ങളൊന്നും അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ ചോദിക്കുക. അപ്പോൾ ഇത് ഒരു ഹാൻഡി ആയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ എടുത്ത് വെച്ചോളൂ. ഞാനിതൊരു മാർക്കറ്റിംഗ് പർപ്പസിന് ചെയ്യുന്നതൊന്നും അല്ല. ജസ്റ്റ് എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് റാങ്ക് ഫയൽസ് ആണ്. ഈ റാങ്ക് ഫയൽസിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ നിങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചോളൂ. പക്ഷെ അത് ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി മാത്രമാണ്. കൂടാതെ നിങ്ങൾ കുറച്ചുകൂടി വർക്ക് ചെയ്തെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സ്പോഷർ ഇഫക്റ്റ് ആരും മറക്കാതിരിക്കുക. ഹൈലൈറ്റേഴ്സ്, സ്റ്റിക്കി നോട്ട്സ് കേട്ടോ. ഇനി റിലാക്സ് ആൻഡ് ലേൺ ആണ്. റിലാക്സ് ആൻഡ് ലേൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനി ഓഗസ്റ്റ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ആർക്കും, ഒരു ബിഗിനറിന് വരെ ഇനി ശ്രമിച്ചാലും ഇത് കിട്ടും, HSC നേടിയെടുക്കാൻ പറ്റും. കാരണം 180 days ഉണ്ട്. ഇതിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 6 months 3 months പഠിക്കുന്നു, 3 months നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മളിപ്പോ ഓൺലൈൻ കാലഘട്ടത്തിലെ യുഗത്തിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ എക്സാം ഇപ്പോഴും ട്രഡീഷണൽ മെത്തേഡിലാണ് നടക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയ ഒരുപാട് കുട്ടികൾ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് എക്സാം ഹാളിൽ ചെന്നിട്ട് ബബിൾ ചെയ്യുമ്പോൾ ഈ ടെൻഷൻ വന്നിട്ട് ഈ എക്സാം കിട്ടും, അവസാനത്തെ ചാൻസ് ആണ്, അങ്ങനെയൊക്കെ വന്നിട്ട് ബബിൾ ചെയ്യാൻ വരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഓൺലൈനിൽ നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകുമല്ലേ. അപ്പൊ നമുക്കത് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതല്ല, നമ്മൾ പ്രാക്ടീസ് വിത്ത് ഓഫ്ലൈൻ OMR ഷീറ്റ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലെ, ബുക്ക് ഫോമിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് പെൻ യൂസ് ചെയ്യണം, എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒന്നൊരു കോൺസെൻട്രേഷൻ, നമ്മൾ ഈ മണ്ഡല ആർട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും എന്ന് പറയില്ലേ, നമ്മളുടെ ആ ഒരു ഫോക്കസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജി ഒക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഇതൊരു പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ OMR ഷീറ്റ് ഒരു മണ്ഡല ആർട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി വൺസ് നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡിലോട്ട് പോവുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. അതായത് തെറ്റിയാൽ മാത്രമാണ് ശരിയാക്കാൻ പറ്റുക അല്ലേ. കൂടാതെ റാങ്ക് ഫയൽസിൽ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. മിസ്ലീഡിംഗ് കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ സിലബസിനെ കുറിച്ചാണ്. എന്തായാലും നമ്മൾക്ക് ജാനുവരി 15 സിലബസിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് പഴയ സിലബസ് ആണ് അല്ലെ. ഈ സിലബസ് തന്നെ 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തവരുണ്ട്, ഫ്രഷേഴ്സ് ഉണ്ട്. ഇവരെന്ത് ചെയ്യണം, ഈ ഒരു അവരുടെ കോൺഫിഡൻസ്, ഇപ്പൊ 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തവർ വിചാരിക്കും ഞങ്ങളിത് 2 പ്രാവശ്യം കണ്ടതാണ്, ഞങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതുപോലെ ഫ്രഷേഴ്സ് അയ്യോ ഞങ്ങൾ ഇന്നേ വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഫിഡൻസ് ആണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർക്കും ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ക്ലാരിറ്റിയോടുകൂടിയും എല്ലാ കോണ്ടന്റും കിട്ടുന്നിടത്തൊക്കെ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ ഒന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കൂടാതെ കട്ട് ഓഫ്, ഇപ്പൊ എല്ലാവരും നമ്മളിപ്പോ പൊതുവെ പറയുന്നുണ്ടല്ലോ, സൗത്ത് ഡിസ്ട്രിക്റ്റുകളിൽ അപ്ലൈ ചെയ്യേണ്ട, നോർത്തിലുള്ള ഡിസ്ട്രിക്റ്റുകളിൽ അപ്ലൈ ചെയ്യൂ എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ ഡിസ്ട്രിക്ട് സെലക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ നോർത്തിലോട്ട് എല്ലാവരും നോർത്തിലോട്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ കട്ട് ഓഫിന്റെ കാര്യം ചിന്തിക്കേണ്ടതുണ്ടോ? കട്ട് ഓഫ് ഒക്കെ ഹൈ ആയിരിക്കും. കാരണം കട്ടക്കിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ മീരാസ് ഇംഗ്ലീഷ് ഹബിലാണെങ്കിലും ജൂലൈ ഓൺവേർഡ്സ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം 6 monthsന്റെ പ്രിപ്പറേഷൻ ആണ് അവരുടെ കയ്യിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. പക്ഷേ പുതിയ സ്റ്റുഡൻസിന് അതിന്റെ ഒപ്പം എത്താൻ പറ്റും. അവിടെ നമ്മളുടെ ആ ഒരു പേസ്, പഠന രീതി സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാം എന്നതാണ് നിർണായകമാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ, ഡിസ്ട്രിക്ട് സെലക്ഷൻ, ഇതൊക്കെ ഡിസൈഡിങ് ഫാക്ടർ ആണ്. ഇത് കൂടാതെ കുറച്ച് അനുഗ്രഹവും ഭാഗ്യവും ഒക്കെ വേണം അല്ലേ, എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുക. ഇനി റൊട്ടേഷൻ ചാർട്ട് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനായിട്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയില്ല. എന്നാലും റൊട്ടേഷൻ ചാർട്ടിനെ ബേസ് ചെയ്ത് നെക്സ്റ്റ് ആർക്കായിരിക്കും എത്ര നിയമനങ്ങൾ പോകാം, നെക്സ്റ്റ് ഏത് റിസർവേഷൻ കാറ്റഗറിക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഓറിയന്റേഷൻ, ഒരു അവയർനെസ് എന്ന രീതിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ HSC ഇംഗ്ലീഷിന്റെ ഹൈബ്രിഡ് ബാച്ച് 2 അഡ്മിഷൻസ് ഓപ്പൺ ആണ്, ഓൺഗോയിങ് ആയിട്ട് പോകുന്നു. നാളെ മുതൽ, അതായത് ജാനുവരി 6th ഓൺവേർഡ്സ് ആണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. അഡ്മിഷൻസ് 25 സീറ്റ്സ് വരെ മാത്രമാണ് ഞാൻ അഡ്മിഷൻസ് കൊടുക്കുന്നത്. നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം നമ്മളുടെ ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. പക്ക കാര്യങ്ങൾ പഠിപ്പിച്ച് എക്സാമിൽ ടോപ്പ് 5 എത്തിക്കാനായിട്ട് എൻ്റെ നോട്ട്സിനും എൻ്റെ ആ ഒരു എഫേർട്ടിനും എൻ്റെ ടീം എഫേർട്ടിനും എൻ്റെ ടീച്ചേഴ്സ്, ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ റിനൈസൻസ് എടുക്കുന്ന സാർ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഗ്രാമർ എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ആ ഒരു ടീം എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു മീരാസ് ഇംഗ്ലീഷ് ഹബ് ആണെങ്കിൽ പോലും ഈ HSC ഇംഗ്ലീഷിന്റെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്.
ആ ടീം എഫേർട്ട് നിങ്ങളിലോട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങളുടെ കൈ പിടിച്ച് ടോപ്പ് 5 റാങ്കുകളിലോട്ട് നിങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് മീരാസ് ഇംഗ്ലീഷ് ഹബിന്റെ ഹൈബ്രിഡ് ബാച്ച് 2 ജോയിൻ ചെയ്തോളൂ. അഫോർഡബിൾ ഫീസ് ആണ്. ഈ ഫീസിന് ഒരു പ്രീമിയം കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. ഇതൊരു പ്രീമിയം കോഴ്സ് ആണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രൈസ് മാത്രമാണ് ഇത്തിരി കുറവുള്ളത്. അതും ഇൻസ്റ്റാൾമെന്റ്സിൽ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രീ ട്രയൽ ക്ലാസ് എടുത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മീരാസ് ഇംഗ്ലീഷ് ഹബിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.